നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. അവരെ പറഞ്ഞു വിടാൻ പറ്റുമോ? അല്ല, ഇത് ആരാണെന്ന് പറഞ്ഞു? കല്യാണ പെണ്ണിന്റെ ചേച്ചി. അല്ല, ചന്ദ്രികയെ കാണുന്നില്ലല്ലോ. അത് പിന്നെ അത്യാവശ്യമായിട്ടൊന്ന് വീട് വരെ പോയിരിക്കുക. ഇപ്പൊ ഇങ്ങെത്തും. ഓ, ജഗൻ ചേട്ടൻ വന്നില്ലേ? അവനൊരു കുടിവെള്ള പ്രശ്നം പരിഹരിക്കാൻ പോയതാ. അച്ഛൻ പോകേണ്ട മീറ്റിംഗ് ആയിരുന്നു. അതെ അതെ അതെ, ഞാനാ അവനെ നിർബന്ധിച്ചയച്ചതേ അല്ലേ? കല്യാണത്തിന് അവൻ കൃത്യമായിട്ട് എത്താമെന്ന് സമ്മതിച്ചിട്ടുണ്ട്. ഇന്ന് ഒരുപാട് മുഹൂർത്തമുണ്ട് എന്ന് വെച്ച് നമ്മൾ മുഹൂർത്തം തെറ്റിക്കാൻ പാടില്ലല്ലോ. അതെ അതെ അതെ. മാധവൻ നായര് കാശി രാമേശ്വര യാത്രയെ കഴിഞ്ഞ് എപ്പോ എത്തി? ഇന്നലെ എത്തിയതേ ഉള്ളൂ. ഓ, മോളുടെ പേരില് കുറെ വഴിപാടുകൾ ഉണ്ടായിരുന്നു. അഗ്നിക്കാവടി, നേർച്ച, അങ്ങനെ പലതും. എന്നാലും ആദ്യമൊന്നും മുടങ്ങിയതല്ലേ? അതിന്റെ സങ്കടത്തിൽ നിന്നും കരകയറാൻ മാധവൻ നായർ ഇതുപോലുള്ള വഴിപാടുകൾ നടത്തുന്നത് എപ്പോഴും നല്ലതാ. മുടക്കണ്ട. പക്ഷെ ഈ കല്യാണത്തിൽ വിഘ്നങ്ങളൊന്നും വരില്ല. കാരണം കുറുപ്പാണ് പയ്യന്റെ അച്ഛന്റെ സ്ഥാനത്ത് നിന്ന് നടത്തുന്നത്. ഏതാ, അതുകൊണ്ട് നടക്കുന്നേ ഉറപ്പാണ്. പിന്നെ എന്നാ നമുക്ക് അകത്തോട്ട് കയറാം. കുറുപ്പിച്ച വരൂ. നമസ്കാരം. 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 എന്താ സരോജിനി അമ്മ, സുഖം തന്നെയല്ലേ? ഈശ്വരന്റെ കൃപ കൊണ്ട് സുഖമായിട്ട് പോന്നു. അല്ലെങ്കിലും സരോജിനി അമ്മയ്ക്ക് എന്ത് സുഖക്കുറവാ. നിങ്ങളുടെ ചെറുമകൻ കയറി പിടിച്ചത് വലിയ കുടുംബത്തിന്നല്ലേ? ഞങ്ങളുടെ ചെറുമകളെ അല്ലേ അവൻ മനസ്സ് മാറ്റി വിളിച്ചിറക്കി കൊണ്ടുപോയത്. വന്ദനയാണെങ്കി കോടീശ്വരം മുതലാളിയെ കറക്കിയെടുക്കാൻ നോക്കി. പക്ഷെ നടന്നില്ല. വിധി അവളുടെ ജാതകദോഷം. അവന്റെ താലിഭാഗ്യം പോലും ഇല്ലാതാക്കിയില്ലേ? എന്നിട്ട് മുകളിലോട്ട് വിളിക്കുകയും ചെയ്തില്ലേ? ഇപ്പോ വർഷയ്ക്ക് കൊമ്പത്ത് നിന്നല്ലേ ബന്ധം. ഇതൊക്കെ നിങ്ങൾ എങ്ങനെ ഒപ്പിച്ചെടുക്കുന്നു? കല്യാണ ദിവസമാ, നല്ലൊരു ചടങ്ങ് നടക്കാൻ പോവുക. അതുകൊണ്ട് മാത്രം ഇവിടെ വെച്ച് ഞാൻ നിങ്ങളോട് 4 വർത്താനം പറയാത്തത്. വന്നത് കല്യാണം കൂടാനല്ല, അത് തകർന്നാൽ കണ്ട് രസിക്കാനാണെന്ന് എനിക്കറിയാം. പക്ഷേ എന്റെ കുഞ്ഞിന് അങ്ങനെ ഒരു ഗതി വരില്ല. ഇത് ഈശ്വരൻ നേരിട്ട് ഇറങ്ങി വന്ന് നടത്തിത്തരും. എല്ലാവരുടെയും മുമ്പിൽ വെച്ച് മോന്തക്കിട്ടൊന്ന് തരേണ്ടതാ. പക്ഷേ എന്റെ സംസ്കാരം അതിനനുവദിക്കുന്നില്ല. അതുകൊണ്ട് മാത്രം ഞാനൊന്നും പറയുന്നില്ല. പുറകിലെ സദ്യ ഒരുക്കിയിട്ടുണ്ട്. ചെന്ന് നക്കി തിന്നിട്ട് പോകാൻ നോക്ക് പെണ്ണുമ്പിള്ളേ. വാടാ. അവള് എന്റെ പെണ്ണ്. ഇവളെവിടെയുണ്ടോ? എങ്കിൽ ഇന്നത്തെ ദിവസം പൊളിക്കും. ഇയാളെന്താ ഇവിടെ? ഞാൻ ഒരുപക്ഷെ ഈ കുട്ടി കല്യാണപ്പെണ്ണിന്റെ കൂട്ടുകാരിയായിരിക്കും. ഈ കല്യാണത്തിന് വന്നില്ലായിരുന്നെങ്കിൽ ഒരു വലിയ നഷ്ടമായി പോയത്.
കുട്ടി കുട്ടി ഇവിടെ നിങ്ങൾക്ക് എന്താ ഇവിടെ കാര്യം? നടു റോഡിൽ കിടന്ന് തല്ലും പിടിയും ഉണ്ടാക്കുന്ന ഒരു തെമ്മടിയാണെന്ന് ആദ്യം കരുതിയത്. അവസാനത്തെ സംഭവത്തോടെ കൊല്ലും കൊലയുമായിട്ട് നടക്കുന്ന ഒരു പക്ക ക്രിമിനൽ ആണെന്ന് മനസ്സിലായി. ഇവിടെ ഏത് കൊട്ടേഷന്റെ ഭാഗമായിട്ട് വന്നിരിക്കുന്ന? കൊട്ടേഷനോ? എന്താ ആദ്യമായിട്ട് വാക്ക് കേൾക്കായിരിക്കും അല്ലേ? ദേ, ഇതൊരു കല്യാണം നടക്കാൻ പോകുന്ന സ്ഥലം. ഇവിടെ ക്ഷണിച്ചു വരുത്തിയവർക്ക് മാത്രമേ പ്രവേശനമുള്ളൂ. അതല്ല കുഴപ്പമുണ്ടാക്കാനാണ് ഭാവമെങ്കിൽ തണ്ടും തടിയുള്ള ആണുങ്ങളുണ്ട് ഇവിടെ. കയ്യും കാലും കൂട്ടിക്കെട്ടി പോലീസിൽ ഏൽപ്പിക്കും. എന്താ മോളെ, എന്താ പ്രശ്നം? ഇയാള് തന്നെ പ്രശ്നം. ഇയാള് വാടക കൊലയാളിയാ. ഏതോ കൊട്ടേഷനുമായിട്ട് വന്നതാ. പ്രകാശേട്ടാ, ഉടനെ തന്നെ പോലീസിനെ വിളിക്കാൻ. കുട്ടി എന്താ ഇത്? വിശ്വസിക്കാൻ കൊള്ളാത്തവനാ. ചിലപ്പോ ഈ കല്യാണം മുടക്കാനുള്ള കൊട്ടേഷനും കൊണ്ട് വന്നതായിരിക്കും. ഹലോ, ഇതൊരു കല്യാണം നടക്കുന്ന സ്ഥലമാ. വെറുതെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാതെ പുറത്തേക്ക് പോണം, അല്ലെങ്കിൽ പോലീസിനെ വിളിക്കേണ്ടി വരും. പുറത്തു പോകാനോ? ഞാനോ? എന്നെ കല്യാണത്തിന് ക്ഷണിച്ചു വരുത്തിയതാ. ഞാൻ പുറത്തു പോണമെങ്കിൽ വിളിച്ചവര് പറയണം. അല്ലാതെ എന്നോട് ഇവിടുന്ന് പുറത്തു പോകാൻ പറയാം നിങ്ങൾക്ക് എന്താ അവകാശം? നിങ്ങൾ ആരാ? ആ, എന്നെ കല്യാണത്തിന് വിളിച്ച ആളെത്തിയല്ലോ. അമ്മേ, അമ്മ ക്ഷണിച്ചിട്ടില്ല ഞാൻ ഇവിടെ കല്യാണം കൂടാൻ വന്നേ. അതെ. ആരാമ ഇവരൊക്കെ? എന്നോട് ഇവിടുന്ന് ഇറങ്ങിപ്പോവാൻ പറയുകവര്. ഇതെന്താ വിളിച്ചു വരുത്തിട്ട് ആക്ഷേപിക്കണോ? അമ്മേ, ഞാൻ പൊയ്ക്കോളാം. മോനെ മോനെ മോൻ എന്തിനാ ഇവിടുന്ന് പോകുന്നത്? അതിനാണോ ഞാൻ ക്ഷണിച്ചത്? മോൻ എല്ലാ കാര്യത്തിനും എന്റെ കൂടെ ഉണ്ടാവണം. എങ്കിൽ ആ കാര്യം ആദ്യം ഇവരെ പറഞ്ഞെന്ന് മനസ്സിലാക്കുക. ഞാൻ ഇവിടെ നിൽക്കുന്നത് ഇവർക്ക് സഹിക്കാനാവുന്നില്ലെങ്കിൽ അമ്മ ആദ്യം ഇവരെ ഒന്ന് പുറത്താക്ക്. അമ്മ ക്ഷണിച്ചു വരുത്തിയ അതിഥിയാണ് ഇവരെ അപമാനിക്കുന്നത്. ഇവരെ ആദ്യം പുറത്താക്ക്. അത് പറ്റില്ലല്ലോ മോനെ. കല്യാണ പെണ്ണിന്റെ സ്വന്തം ചേച്ചിയും ചേട്ടൻ പ്രകാശും ആ നിൽക്കുന്നത്. അവരെ പറഞ്ഞു വിടാൻ പറ്റുമോ? അല്ല, ഇത് ആരാണെന്ന് പറഞ്ഞു? കല്യാണ പെണ്ണിന്റെ ചേച്ചി. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.